ഈ കോട്ടയം ജില്ലയ്ക്ക് പാക്കേജ് ഖലീൽ തങ്ങൾ പറഞ്ഞല്ലോ. എനിക്കൊരു പാക്കേജ് ഉണ്ട്, അതൊന്ന് അംഗീകരിച്ചാൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഞങ്ങൾ കോട്ടയം ജില്ലക്കാർക്ക് ഒരു ചെറിയ ഒരു നോളജ് സിറ്റി തന്നെങ്കിൽ, കാരണം ഞങ്ങൾക്കൊന്നുമില്ല. നല്ല ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഒരു ചെറിയ ഹോസ്പിറ്റലും അതുപോലെ ഒരു അറബി കോളേജും ഒരു തഹ്ഫീദുൽ ഖുർആനും ഞങ്ങളാരും അത് നിയന്ത്രിക്കാൻ വരില്ല. അത് ബഹുമാനപ്പെട്ട മർക്കസിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദും ഖലീൽ തങ്ങളും ഒക്കെ അത് നിയന്ത്രിച്ചാൽ മതി. ഞങ്ങൾ കോട്ടയംകാർ വളരെ ദാഹത്തിലാണ്, ഇൽമിനോടുള്ള ദാഹം. മൻഹൂമാൻ, രണ്ട് കൂട്ടരുടെ ദാഹം തീരുകയില്ല. ഒന്ന് താലിബുൽ ഇൽം, മറ്റൊന്ന് താലിബുൽ മാൽ. ഇൽമിനെ തേടുന്നവനും സമ്പത്തിനെ തേടുന്നവർക്കും അവരുടെ വിശപ്പ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ഹാരിസ് മദനിയുടെ ഒരു വീഡിയോ കാണാൻ സാധിച്ചു. ചിലപ്പോൾ ഇന്നലെ ഇട്ടതായിരിക്കാം, ശരിയായി ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇവിടെ കാര്യം എന്താണ്? നമ്മുടെ ബഹുമാനപ്പെട്ട അബൂ ഷമ്മാസ് ഉസ്താദിനെ ഈ സമസ്തയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്ന വിഷയമാണ്. വളരെ ഖേദകരമായ സംഗതിയാണ്. കാരണം എനിക്ക് നല്ലൊരു പ്രഭാഷകനായി നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു ഉസ്താദുമാണ്. കാരണമില്ലാതെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തില്ല. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത കാര്യത്തിലും അദ്ദേഹം കാന്തപുരത്തിന്റെ കേരള യാത്രയിൽ വന്ന് സംസാരിച്ച ആ ഒരു സന്തോഷവും അദ്ദേഹത്തെ വലിയ സമസ്തയിൽ നിന്ന് പുറത്താക്കിയ ഒരു ഖേദവും, ഇത് രണ്ടും ബഹുമാനപ്പെട്ട ഹാരിസ് മദനി പ്രകടിപ്പിച്ചു. ആ സന്തോഷം ഏത് തരത്തിലുള്ള സന്തോഷവും ഖേദവും ഏത് തരത്തിലുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഹാരിസ് മദനി എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്, AP സമസ്തയിൽപ്പെട്ട ആളാണ്. ഈ അബൂ ഷമ്മാസ് എന്ന് പറയുന്ന ഈ ഉസ്താദ് EK സമസ്തയിൽപ്പെട്ട ആളാണ്. അപ്പോൾ നമുക്കിവിടെ അറിയേണ്ടത് സസ്പെൻഡ് ചെയ്തത് എന്തിനാണ് എന്ന്. ആ ഒരു പ്രഭാഷണം, ആ ഒരു സ്പീച്ചിലേക്ക് നിങ്ങൾ കേട്ടോളൂ. വലിയ ഒരു സമ്മേളനമാണ് കോട്ടയത്ത് നടന്നത്. ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമസ്തയുടെ കോട്ടയത്തെ ഒരു നേതാവായ അബൂ ഷമ്മാസ് മുഹമ്മദ് അലി മൗലവി എന്ന ഒരു ഉസ്താദിന് കുറച്ച് സമയം സംസാരിക്കാൻ അവസരം കൊടുത്തിരുന്നു. കിട്ടിയ അവസരം അദ്ദേഹം മനോഹരമായി ഉപയോഗപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദുമായുള്ള ബന്ധം പറയുകയും ഖലീൽ തങ്ങളുമായിട്ടുള്ള പരിചയം പറയുകയും പേരോട് ഉസ്താദിനെ കണ്ട ഓർമ്മ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ 86-ലാണ് AP ഉസ്താദിനെ ആദ്യമായി പരിചയപ്പെടുന്നത്. AP ഉസ്താദ് മർക്കസിലേക്ക് ഹാഫിൽ ഉസ്താദായി എന്നെ ക്ഷണിച്ചു. എനിക്കൊരു നിധി കിട്ടിയതുപോലെയായിരുന്നു. അങ്ങനെ 3 വർഷം മർക്കസിൽ ഞാൻ ഹിഫ്ളിന്റെ ഉസ്താദായി ക്ലാസ് എടുത്തു. ആ സമയത്ത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഫൈനൽ വിദ്യാർത്ഥിയാണ്. അത് കഴിഞ്ഞ് ഉസ്താദിനെ ഇന്നാണ് കാണുന്നത്. നീണ്ട 10-30 വർഷങ്ങൾ കടന്നുപോയി. കാഞ്ഞങ്ങാട് ഒരു വാളിന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖലീൽ തങ്ങളാണ് ദുആ ചെയ്യേണ്ടത്. തങ്ങൾ ഇടയ്ക്ക് വന്നു. ഞാൻ പ്രസംഗം നിർത്തി, തങ്ങൾ ദുആ ചെയ്തു. പോകുമ്പോൾ എൻ്റെ ചെവിയിലൊരു കാര്യം പറഞ്ഞു, മഅദിനിൽ വരണം. ഞാൻ മഅദിനിൽ ചെന്നു. എന്നെ സ്വീകരണമാണ് കാത്തിരുന്നത്. ആ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം, ഞങ്ങൾ വിജ്ഞാനദാഹികളാണ്, ഞങ്ങൾക്ക് കോട്ടയം ജില്ലയിൽ ഒരു ചെറിയ നോളജ് സിറ്റിയെങ്കിലും ഉസ്താദ് ഇടപെട്ട് ഉണ്ടാക്കിത്തരണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി കേട്ട അദ്ദേഹത്തിൻ്റെ പ്രസംഗം
ഇപ്പോഴിതാ ഇന്നലെ അറിയാൻ കഴിഞ്ഞു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്ന്. അവരുടെ ഔദ്യോഗികമായ ലെറ്റർ ഹെഡിൽ തന്നെയാണ് വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. സസ്പെൻഡ് ചെയ്തു എന്നു പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കോട്ടയം ജില്ല വൈസ് പ്രസിഡന്റ് പദവിയിലുള്ള താങ്കളുടെ ഭാഗത്തു നിന്നും നിരന്തരം സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടന്നതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കളെ അന്വേഷണ വിധേയമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിലും പോഷക ഘടകങ്ങളിലും വഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി അറിയിക്കുന്നു. ബഹുമാനമുള്ളവരെ, എനിക്ക് ആദ്യമായി പറയാനുള്ളത് ഈ രണ്ട് സമസ്തകളും ഓരോ അടയാളം ഉണ്ടാക്കി, ഓരോ അടയാളം ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ച് രണ്ട് സമസ്തകളും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് നല്ലതാണെന്ന്. കാരണം നമ്മളിവിടെ രാഷ്ട്രീയ പാർട്ടിക്കാരെ കാണാറുണ്ട്, അവരുടെ സ്പീച്ച് കേൾക്കാറുണ്ട്. ഇലക്ഷൻ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതും നമ്മൾ കാണുന്നത് സാധാരണയാണ്. ഓരോ പാർട്ടിയിൽ നിന്ന് മറ്റേ പാർട്ടിയിലേക്ക് സ്ഥാനം കിട്ടുമ്പോൾ അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രലോഭനം ആ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അങ്ങോട്ട് പോകും, അധികാരത്തിന്റെ ചുക്കാണിയോ എന്തെങ്കിലും. അപ്പോൾ ഇത് ഈ സമസ്ത എന്നുള്ള പേരിൽ ഇതൊരു ധാർമ്മികമാണ്, ധർമ്മമാണ്. ധാർമ്മിക എന്ന് പറഞ്ഞാൽ മതമാണ്, മതത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ സമസ്തകളാണ്. ഈ രണ്ട് സമസ്തകളും ഇവിടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ രണ്ട് സമസ്തകളും ഓരോ അടയാളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവർ ഇലക്ഷൻ വോട്ട് നിൽക്കുന്നതാണ് നല്ലത്. രാഷ്ട്രീയക്കാരെ പോലെ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഈ ഒരു മതത്തിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാക്കിയ ഈ സമസ്ത, അവരുടെ വിശ്വാസം ഏതുമാകട്ടെ, ഈ സമസ്തകള് ഇത്തരം രാഷ്ട്രീയം കളിക്കുന്നതിനേക്കാൾ അങ്ങോട്ടുള്ള ആൾക്കാരെ ഇങ്ങോട്ട് വിളിക്കുകയും ഇങ്ങോട്ടുള്ളത് അങ്ങോട്ട് വിളിക്കുകയും അവിടെ അവർക്ക് സ്റ്റേജ് കൊടുക്കുകയും സംസാരിപ്പിക്കുകയും പിന്നെ അവിടുന്ന് അവർ ഉള്ള സ്ഥലത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും, ഇതെല്ലാം മൊത്തം നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിനേക്കാൾ ഒരു രാഷ്ട്രീയ പാർട്ടി നല്ലതാണ് ഇവർ ചെയ്യുന്നത്. രാഷ്ട്രീയ പാർട്ടികളെ പോലും നാണിക്കുന്നത്ര കോടികളാണ് ഇവർ ചെലവ് ചെയ്തത്. എന്തിനു വേണ്ടി? വെറും രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി. പേര് മാത്രം, മതത്തിന്റെ പേര്, കളിക്കുന്നത് രാഷ്ട്രീയമാണ് എന്ന് പറയാതെ നിർവാഹമില്ല. അത്രക്കും ഇവർ ജനങ്ങളെ, ഇവരുടെ സമസ്ത കൊണ്ട് എന്താണ് പ്രയോജനം? ജനങ്ങള് 2 ദിവസം ഒരു പെരുന്നാളിനെ 2 ദിവസമാക്കി. ഒരു ഭാഗം ഒരേ താലൂക്കിൽ ഓരോ ഗ്രാമത്തിൽ പോലും 2 പെരുന്നാളാക്കി. ഒരു ഭാഗക്കാർ ഇന്നാണെങ്കിൽ മറ്റേ ഭാഗക്കാർ നാളെയാണ്. ഈ സമസ്ത കൊണ്ടുണ്ടായത് ഇത് മാത്രമാണ്. ഇത്ര കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഡിവൈഡർ AP അബൂബക്കർ എന്ന് പറയാം. ആദ്യകാലത്ത് തന്നെ അയാള് 80 ഇസ്വിയിലെ എപ്പോഴോ 10-40 വർഷത്തിന് മുമ്പ് തന്നെ ഡിവൈഡ് ആക്കിയതാണ്. ഇപ്പോഴും അതിനെ നിരുത്തിയിട്ടില്ല. പ്രായം 90 കഴിഞ്ഞിട്ടും അദ്ദേഹം ഈ ഡിവൈഡ് ചെയ്യുന്നതിനെ നിരുത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വല്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായത്. ബഹുമാനപ്പെട്ടവരെ, ഈ സമസ്ത കൊണ്ട് നമുക്ക് എന്താണ് നേട്ടം? ഇതിന് ഒരുപാട് സഹായിക്കുന്നവർ ചിന്തിക്കണം. ഈ സമസ്ത കൊണ്ട് ഇത് മാത്രമാണ് നേട്ടം, മൊത്തം ഇസ്രാഫാണ്. 2 സമസ്തകളെയും ഞാൻ പറയുന്നതാണ്. കാരണം സമുദായത്തിന് നയാ പൈസയുടെ ഒരു പ്രയോജനം പോലുമില്ല. അവസാനം നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അബൂ ഷമ്മാസ് പറയുന്ന ആ പ്രഭാഷണം നിങ്ങൾ കേൾപ്പിക്കാം, ഓർമ്മക്കായി. അവസാന സലാമിന് ശേഷം നിങ്ങൾ അത് കേട്ട് വിരമിക്കാവൂ. അപ്പോൾ നിങ്ങൾക്ക് അതിന് ശരിയായ ഒരു ചിത്രണം, ശരിയായ ഒരു പിക്ചർ കിട്ടുന്നത് എന്തിനു വേണ്ടിയെന്ന് നിങ്ങൾക്ക് നല്ല ഓർമ്മ വേണം. ഈ ഹാരിസ് മദനി ആകട്ടെ, AP ആകട്ടെ, അതെല്ലാം AP സമസ്തയാണ്. അബൂ ഷമ്മാസ് എന്ന് പറയുന്ന ഈ ഉസ്താദ് EK സമസ്തയിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു പ്രയോജനമില്ലാത്ത ഈ സമസ്ത നമുക്ക് വേണോ എന്ന് ചിന്തിക്കണം. ഇതിന് ഒരുപാട് നിങ്ങൾ സഹായിക്കുന്നവർ നിങ്ങളെ കണ്ണുകൊണ്ട് കാണുന്നു.
ഇവിടെ ഉണ്ടാക്കുന്നത് ഇത് മാത്രമാണ്. എത്ര കോടികളാണ്, എത്ര ദരിദ്രന്മാരാണ് നമ്മുടെ സമുദായത്തിലുള്ളത്. ഇവിടെ എന്തും ചെയ്യാം. അവിടെ വിഷയമുണ്ടായത് അബൂ ഷമ്മാസ് ഒരു നോളജ് സിറ്റി പണിയാൻ വേണ്ടി എ പി സമസ്തയോട്, എ പി ഉസ്താദിനോട് പറഞ്ഞത്. കെ സമസ്തയിൽ കോടികളോട് പിരിച്ച് നിങ്ങൾക്ക് ചെയ്യാമായിരുന്നല്ലോ. ഇത്രക്കും ജനങ്ങളെ വഴിതെറ്റിക്കുന്ന, നല്ല വിശ്വാസികളെ വിശ്വാസമില്ലാത്തയാക്കുന്ന ഇത്ര സമസ്തയുടെ ആവശ്യമില്ല. നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി പണിഞ്ഞോളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഡിവൈഡർ കെയും ഡിവൈഡർ IAP ആകുന്നതിനേക്കാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിക്കൽ, അങ്ങോട്ടും ഡിവൈഡ് ചെയ്യൽ, വിഭജിക്കൽ, ഇത് എത്ര നല്ലതാണെന്ന് നിങ്ങൾ ചിന്തിക്കൂ. ഒരിക്കലും ഇത് നല്ലതല്ല. അള്ളാഹു പൊരുത്തപ്പെടുന്ന കാര്യമേ അല്ല. നിങ്ങളല്ലേ എല്ലാം കിതാബ് പഠിച്ചവരും അള്ളാഹുവിനെ പഠിച്ചവരും. പിന്നെ നിങ്ങൾക്ക് ആര് പറയാനാ? നിങ്ങൾ ചെയ്തതിന് ശരിയാണ്. ഇൻഷാ അള്ളാഹ് നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവസാനം പ്രഭാഷണം കേട്ടോളൂ. സഹോദരങ്ങളെ, 93-ാമത്തെ വയസ്സിലും കർമ്മങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ സുൽത്താനുൽ ഉലമ, ആ പ്രകാശിക്കുന്ന മുഖം കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് തേങ്ങൽ വരുന്നു. അല്ലാഹുമ്മ തവ്വിൽ